ശ്രീ ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ്, അതായത് അഴിമതിക്കെതിരെ ഉള്ള പ്രഘോഷമായി വളർന്നു വന്ന എന്താണ് അണ്ണാ ഹസാരയ്ക്കൊക്കെ ശേഷം വളർന്നു വന്ന ഒരു വലിയ പാർട്ടിയായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ കാണുന്നത്. ഇവിടെ BJP നേതാവ് പറഞ്ഞത് അവർ തന്നെ അഴിമതിയിൽ കുടുങ്ങുന്നു എന്നുള്ളതാണ്. അഴിമതിയിൽ കുടുങ്ങിക്കഴിയുമ്പോൾ അത് രാഷ്ട്രീയ നിര്യാതന ബുദ്ധി പ്രകാരം പിടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഏതെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ പരിശോധിക്കാൻ. അഴിമതി നടത്തിയാൽ പിടിക്കണ്ടേ? ഈ ചോദ്യമാണ് ചോദിച്ചത്. ഇന്ന് കോടതിയിൽ ലഭിച്ചത് മോദിക്കുള്ള തിരിച്ചടിയാണോ? ശ്രീ അജംഷാദ്, ഈ കേസ് ആദ്യമേ പറയട്ടെ, ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കേസല്ല. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം നേടിയ ശേഷം പിന്നീട് പഞ്ചാബിൽ ഭരണം നേടി. അത് കഴിഞ്ഞ് ഗുജറാത്തിലേക്ക് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ കേസ് അണിയറയിൽ ഒരുങ്ങുന്നത്. ആം ആദ്മി പാർട്ടി BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, BJPയുടെ ഹിന്ദി മേഖലയിലുള്ള, ഹിന്ദി ബെൽറ്റിലുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിവുള്ള ഒരു പാർട്ടിയായി ആം ആദ്മി പാർട്ടി വളരുന്നു. ഭാവിയിൽ, ഇപ്പൊ ഇന്നത്തെ കാര്യവുമല്ല, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം പോലുമല്ല, ഭാവിയിൽ ആം ആദ്മി പാർട്ടി BJPക്ക് വലിയൊരു ഭീഷണിയാകുമെന്ന് കണ്ടപ്പോഴാണ് ആം ആദ്മി പാർട്ടിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ആക്കുന്നത്. അത് തീർച്ചയായും അഴിമതി വിരുദ്ധത പറയുന്ന പാർട്ടിക്കെതിരെ ഒരു അഴിമതി കേസ് എടുക്കുക എന്നത് തന്നെയായിരുന്നു അതിന്റെ രാഷ്ട്രീയമായ പ്ലാനാണ്. നിങ്ങൾ ഈ കേസിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്താണ്. ഇന്നത്തെ സുപ്രീം കോടതി വിധിയിലേക്ക് സ്പെസിഫൈ ചെയ്യാം ശ്രീ മഠത്തിൽ. ശരി, ഇതിലേറ്റവും നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ഈ കേസ് തുടങ്ങുന്നത്, ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഒറിജിനലി CBIയുടെ കേസിലല്ല, EDയുടെ എൻഫോഴ്സ്മെന്റിന്റെ കേസിലാണ്. CBI അന്വേഷിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ്, അഴിമതി നിരോധന നിയമമാണ്. എന്നാൽ അഴിമതി നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കണമെങ്കിൽ മിനിമം 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നേരത്തെ വിവിധ സുപ്രീം കോടതി വിധികളാൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് അധികാരത്തിലിരിക്കുന്നയാൾ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുത്തു, ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതിന് തെളിവ് വേണം, അയാൾ പണം വാങ്ങിയതിന് തെളിവ് വേണം. ഈ കേസിൽ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ കുടുക്കാൻ വേണ്ടി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കൊണ്ടുവരുന്നത്. അതായത് കള്ളപ്പണം നിരോധന നിയമം എന്നാണ് പറയുന്നതെങ്കിലും നമുക്കറിയാം 90കളിൽ പിന്നെ 2 UN ചാർട്ടറുകളിലൂടെയാണ്, UN ചാർട്ടറുകൾ ഇന്ത്യ ഒപ്പിടുമ്പോഴാണ് ഡ്രഗ്സിന്റെ ട്രാഫിക്, ഇന്റർനാഷണൽ ഡ്രഗ് ട്രാഫിക്, അതുപോലെ രാജ്യവിരുദ്ധ വിധ്വംസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ തടയാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് മണി ലോണ്ടറിംഗ് ആക്ട്. ഈ മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രത്യേകത, ഇത്തരത്തിൽ കൊണ്ടുവന്ന ഒരു തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമമായതുകൊണ്ട് തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല. ഈ കേസിലെ സെക്ഷൻ, ഇപ്പൊ സെക്ഷൻ 24, സെക്ഷൻ 42, നമ്മൾ 2 ശ്രദ്ധിക്കേണ്ട സെക്ഷനുകളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കാൻ കോടതികൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്. അതിന്റെ ഒരു ചരിത്രമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഈ സെക്ഷൻ പിന്നീട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിലൂടെ ദുർബലപ്പെടുകയും 2019 ഭേദഗതി കൊണ്ടുവന്ന് വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് എന്നുള്ളത് റീഇൻഫോഴ്സ് ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്ത വകുപ്പുകളാണ്. എന്തായാലും ഞങ്ങൾ ഈ കേസിൽ എന്താണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്, സെക്ഷൻ 19 അനുസരിച്ച് ഈ സെക്ഷൻ 19 വരുന്നതിന് തന്നെ കാരണം അതാണ്. ഈ കേസ് അറസ്റ്റ് ചെയ്താൽ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അറസ്റ്റിന് ചില കണ്ടീഷൻസ് വെച്ചിരിക്കുന്നു. ഇത്തരം നിയമം പിന്നെ ആകെ ഉള്ളത് പിന്നെ UAPAയിൽ മാത്രമാണ്. നമ്മൾ ഓർക്കണം, ഇത് ആ സെക്ഷന് നമുക്ക് ചില സാമ്യങ്ങൾ കാണാൻ പറ്റുന്നത് UAPA ആക്ട് അനുസരിച്ച് പ്രബീർ പുർക്കായസ്ത എന്ന ഒരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഈ കണ്ടീഷൻസ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് 1 മാസം മുൻപ് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ്. അതായത് അറസ്റ്റിനുള്ള കണ്ടീഷൻസ് പാലിച്ചില്ല, അതുകൊണ്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞ കാര്യം. കോടതി പരിഗണിച്ചത് 2 വിഷയങ്ങളാണ്. അറസ്റ്റിന്റെ കണ്ടീഷൻസ് പാലിച്ചോ, അറസ്റ്റ് ഇവിടെ അനിവാര്യമായിരുന്നു, അറസ്റ്റിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 2ാമത്തെ വിഷയമാണ്, അറസ്റ്റ് ഈ കേസിൽ അനിവാര്യമായിരുന്നു, അറസ്റ്റിന്റെ സാഹചര്യം എന്താണ്. അതായത് പരിശോധിക്കാനായി 3 അംഗ ബെഞ്ചിലേക്ക് ഈ കോടതി റെഫർ ചെയ്തിട്ടുണ്ട്.